ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത്ര സുഖമുള്ളൊരു സംഗതി അല്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. അത് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രസമാട്ടോ, അവരത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ഈ സൈബർ അറ്റാക്ക് നേരിടുന്ന ആളുകൾ പലതരത്തിലാണ് നേരിടുന്നത്. കമൻറ്റ് ബോക്സിലൂടെ നേരിടുന്ന അവസ്ഥയുണ്ട്, ഇൻബോക്സിലൂടെ നേരിടുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും നല്ല അവസ്ഥയാണത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന സമയത്ത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ആളുകൾക്കത് ആ ഒരു കാര്യം കൊണ്ട് മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഒരാളുടെ മരണത്തിന് വരെ ഈ സൈബർ അറ്റാക്ക് കാരണമാവാം എന്നുള്ളതൊരു വലിയ റിയാലിറ്റിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരിതൊന്നും തിരുത്താനൊന്നും പോകുന്നില്ല, അവരിതൊന്നും മനസ്സിലാക്കാനും പോകുന്നില്ല. അത് മറ്റൊരു റിയാലിറ്റി. നമ്മുടെ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എബൌട്ട് ഈ സൈബർ അറ്റാക്ക് സംഭവം തന്നെയാണ്. ഒരാളെ കൊല്ലാൻ ആയുധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വാരി എറിഞ്ഞാൽ മതി ഒരാളെ തളർത്താനും മാനസികമായിട്ട് കൊല്ലാനും ഒക്കെ എന്നുള്ളൊരു സംഭവം. അത് കാര്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അത് അവർ ഉദ്ദേശിച്ച സംഭവമാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞത്. സത്യമാണ്, ഒരാളെ കൊല്ലാൻ 4 തെറിയും അല്ലെങ്കിൽ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്താൽ മതി, ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ പോയിട്ട്. എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ഭുതമല്ല, ഇതിനു മുമ്പും അത്തരത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഹണി റോസിൻ്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം, ഇപ്പോൾ മറ്റേ അവർ കേസൊക്കെ കൊടുത്തു. ആദ്യം അവരൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, അവർക്കുണ്ടായ ഒരു വേദനയെ കുറിച്ചിട്ടൊക്കെ ഒരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ ആളുകൾ അവിടെ പോലും മാനുഷികമായിട്ട് അവരെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോഴും അവർക്കുണ്ടായൊരു വേദനയെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ആളുകൾ റെഡിയല്ല. ഹണി റോസ് അല്ലേ, അവരെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, അവർ അങ്ങനെ വസ്ത്രം ഇട്ടുകൊണ്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ആ ഒരു രീതിയിൽ വളരെ സില്ലി ആയിട്ടാണ് കാണുന്നത്. സോ അവർക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞാലും അത് അവർക്ക് ഉണ്ടായി എന്നുള്ളൊരു സംഭവം ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു ഇതില്ല. അപ്പോഴും ആ പോസ്റ്റിൻ്റെ താഴെ ഫസ്റ്റ് അവരിട്ടത്, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് മെൻഷൻ ചെയ്യാതെ അവരൊരു പോസ്റ്റ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ താഴെയും അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവരെ ചീത്ത വിളിച്ചുകൊണ്ടും സ്ലട്ട് ഷെയിം ചെയ്യുന്നതുകൊണ്ടും വളരെ മോശമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള ലെവലിൽ അവരെ പറയുന്ന ആളുകൾ അപ്പോഴും ആക്ച്വലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ പോസ്റ്റിൻ്റെ താഴെ മാത്രമല്ല, ഈ ഒരു വാർത്ത വന്നപ്പോൾ പോലും എന്താണ് അതിൻ്റെ താഴെയും വാർത്തയുടെ താഴെ ഒക്കെ ആണെങ്കിലും അവരെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. സത്യമല്ലേ? നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? ഇവിടെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾ, ഇവിടെ ലൈംഗിക ദാരിദ്ര്യം ഉള്ള ആളുകളുണ്ട്, എല്ലാവരും എല്ലാം കുറ്റം പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം ഉള്ള ആളുകൾക്ക് കൊണ്ടാൽ മതി. അപ്പോൾ ലൈംഗിക ദാരിദ്ര്യം ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അതിന് പകരം എന്താ പറയുക, ഇവർ ബ്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മോഡേണായിട്ട് വസ്ത്രം ധരിക്കുന്നതാണ്. ഇപ്പോൾ ഈ സോക്കോൾഡ് തുണിയില്ലാത്ത അതൊക്കെ പറയുമല്ലോ, ഞാൻ പറയുന്ന എല്ലാ ആളുകൾ പറയുന്നത് ഈ തുണി കുറഞ്ഞ ഉടുപ്പ് അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ ഉടുപ്പ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ള കൈൻഡ് ഓഫ് വസ്ത്രങ്ങൾ, അത് ധരിച്ച അവരെ മോശക്കാരായിട്ട് ജനറലൈസ് ചെയ്തിട്ട് അങ്ങോട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മോശക്കാരായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കുക, അവരെ വൾഗറായിട്ടുള്ള കമൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരങ്ങനെ ധരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവരെ മോശമായിട്ട് പറയുന്നത്. അവരങ്ങനെ മര്യാദയ്ക്കൊക്കെ ധരിച്ചു എന്നുണ്ടെങ്കിൽ ആളുകൾ അവരെ വൾഗറായിട്ട് പറയത്തില്ലല്ലോ. ആ രീതിയിലാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. മനസ്സിലായില്ല? അതായത് അവർക്ക് അങ്ങനെയൊക്കെ ഇടാം, നമ്മൾ പറയുന്നതിലാണ് തെറ്റ് എന്നുള്ളൊരു വൃത്തികെട്ട കൺസെപ്റ്റിലാണ് ഇത്തരത്തിലുള്ള ഊച്ചാളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളകളായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഈ വസ്ത്രത്തിന്റെ ബേസിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് എന്നുള്ളൊരു റിയാലിറ്റി, അത് ഇവിടെ ഉള്ള കുറേ ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവർ ബ്ലെയിം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒക്കെ ബാക്കിയുള്ളവരുടെ തലയിൽ. അവരുടെ വസ്ത്രം അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു, ഇവരുടെ വസ്ത്രം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് അവർ അങ്ങനെ ചോദിച്ചു, ഒക്കെ വസ്ത്രത്തിന് ബ്ലെയിം. അത് ടു ബി ഫ്രാങ്ക്, ഒന്ന് ഫ്രസ്ട്രേഷൻ, ലൈംഗിക ദാരിദ്ര്യം, പിന്നെ പൊട്ടക്കിണറ്റിലെ തവളകൾ, ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ,
അവരാണ് ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഫേസ്ബുക്കിലുള്ള ആളുകളെയാണ് ഈ വസന്തങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും കുറേ ജാതി ആളുകൾ ആക്ച്വലി ഉണ്ട്. അവിടെയും ഇത്തരത്തിൽ സ്ലട്ട് ഷേമിങ്ങും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്യുന്ന ടീമുകൾ ആക്ച്വലി ഉണ്ട്. അത് സത്യമാണ്. അപ്പോൾ വസ്ത്രത്തെ പഴിക്കുക. ഇപ്പൊ ഇവിടെ ഈ പട്ടികളുടെ അടുത്ത് തുണിയിട്ട് നടന്നൂടെ എന്ന് പറയുമോ? എനിക്കറിയില്ല, പട്ടികളുടെ അടുത്ത് തുണിയിട്ട് നടന്നൂടെ എന്ന് പറയുമോ? ഞാൻ 2 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടായിരുന്നു. തെരുവ് പട്ടിയെ ലൈംഗികമായിട്ട് ഏതൊരുത്തം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ നടന്നതല്ല, കർണാടകയിൽ നടന്ന സംഭവമാണ്. ഞാൻ അത്തരത്തിലുള്ള വാർത്ത കണ്ടത് 2 ദിവസം മുമ്പെയാണ്. പക്ഷെ ഇത് നടന്ന് ഡിസംബർ 14 മറ്റെയാണ്. അപ്പൊ അതിന്റെ വസ്ത്രമാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പറയൂ പീഡിപ്പിച്ചത്? അത് ഈ പീഡനങ്ങൾ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ പീഡിപ്പിക്കുന്ന ആളുകളുടെ പ്രശ്നമാണത്. അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ ധരിക്കുന്നതിന്റെ വസ്ത്രത്തെ ബ്ലെയിം ചെയ്യുന്നത് ഒരുമാതിരി കോണകത്തിലെ പരിപാടിയാണ്. മനസ്സിലായില്ല? കൊച്ചു കുട്ടികളെ ഇവിടെ പീഡിപ്പിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടെന്നേ. കൊച്ചു കുട്ടികളെ എന്ത് കണ്ടിട്ടാണ് വികാരം ഇളകുന്നത്? എന്ത് കണ്ടിട്ടാണ്? ഇവിടെ ഒരു കോല് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്നുണ്ട് ആളുകൾ. അതെന്താണ്? വസ്ത്രമാണോ പ്രശ്നം? അല്ല, കോല്, അത് ഞാനൊരു പ്രാസത്തിൽ പറഞ്ഞ കോല് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കോല് ചുറ്റി വെച്ചാലും ആളുകൾക്ക് കാമ ഇളകുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട്. അപ്പൊ അതൊക്കെ അത് ഈ ആളുകളുടെ പ്രശ്നമാണ്, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അത് സത്യമല്ലേ? പറയാൻ തെറ്റുണ്ടോ? നമ്മളെ ഇനിയിപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മളെ വേറെ വല്ല രീതിയിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ കുറച്ചൊക്കെ നാട് കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രം ഒന്നും ഘടകമായിട്ട് ആക്ച്വലി എടുക്കില്ല. ഇവിടുത്തെ ആൾക്കാർ വസ്ത്രം, ഇപ്പോൾ ഒരാൾ മോഡേൺ ആയിട്ടുള്ള ഒരു വസ്ത്രം ഇട്ടു, ഇപ്പോൾ ഒരു ഹണി റോസൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല. അവർ സാമൂഹ്യ ദ്രോഹിയൊന്നും അല്ലല്ലോ. ആരെയും അവർ ഉപദ്രവിച്ചിട്ടില്ല, ആരും തല്ലിയിട്ടില്ല, കൊന്നിട്ടില്ല, ആരുടെയും മെക്കെട്ട് കയറിയിട്ടില്ല. അവർ കാരണം ഇവിടെ പ്രത്യേകിച്ച് ആർക്കും കുഴപ്പമൊന്നുമില്ല. അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ നടക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു. ഈ സോക്കോൾഡ് ഇറങ്ങിയ തുണി എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ സോക്കോൾഡ് ഞാൻ പറയുന്നതല്ല, സോക്കോൾഡ് ആൾക്കാർ പറയുന്ന ഇറങ്ങിയ തുണി, അതൊരു മാനദണ്ഡമാണോ? അവരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള മാനദണ്ഡമാണോ? ആക്ച്വലി മാനദണ്ഡമാണോ? അവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവരെന്തും പറയാം, സ്ലട്ട് ഷെയിം ചെയ്യാം, തെറി വിളിക്കാം, ചീത്ത വിളിക്കാം, എന്തും ചെയ്യാം എന്നുള്ളൊരു സംഭവം ആക്ച്വലി ഉണ്ടോ? അത് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇപ്പൊ എന്തായാലും ആദ്യം ഇപ്പൊ ഈ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ, ദ്വയാർത്ഥ പ്രയോഗം ബോബി ചെമ്മണ്ണൂര് മൂപ്പര് പരിപാടി നിർത്തണം. ഞാൻ കുറേ ആയിട്ട് നമ്മൾ ഇത് കാണുന്നതാണ്. പുള്ളി ഈ ഡബിൾ മീനിങ്ങും പരിപാടികൾ. ഇപ്പൊ പുള്ളി ശരിയാണ്, ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ അങ്ങനെ ന്യായീകരിക്കുന്നത് കണ്ടായിരുന്നു. ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പുള്ളിനെ ഇഷ്ടമാണ്, ഡബിൾ മീനിങ്, അതിന്റെ പേരും പറഞ്ഞിട്ട് ഡബിൾ മീനിങ്ങിനെ താഴ്ത്തി അങ്ങ് പറയും. അങ്ങനെയല്ലല്ലോ. നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനർത്ഥം നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ഇപ്പോൾ ഈ ഡബിൾ മീനിങ് പരിപാടികൾ ചെയ്യുന്നതിനെ കൂടുതൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് മോശം തന്നെയാണ്, തെറ്റ് തന്നെയാണെന്നുള്ള രീതിയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാതെ പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഈ ഹെലനോസ് പാട്ട, ഇപ്പോൾ ഈ സൈബർ അറ്റാക്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹെലനോസ് പാട്ടയൊക്കെ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അതായത് ഇതെങ്ങനെ അറിയാം, ഒരു ഇരട്ടത്താപ്പ് എങ്ങനെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെലനോസ് പാട്ട ലൈവ് പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് അവരെ തന്നെ ആൾക്കാർ തെറി വിളിക്കും. ഓരോന്നൊക്കെ ഇങ്ങനെ ഗുണ്ടി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വിളിക്കും. ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാർ അവരേനെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഞാനും പണ്ട് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനത് നിർത്താൻ കാരണം എന്താ വെച്ചാൽ അത് മോശമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അപ്പം ഞാനത് ഇപ്പോൾ ഹെലനോസ് പാട്ട ചെയ്ത് കഴിഞ്ഞാലും ഞാനതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഹെലനോസ് പാട്ടേനെ അന്ന് എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അവരെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു റിയാലിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ലൈവ് പോകുന്ന സമയത്ത് അവരുടെ ലൈവിൽ പോയിട്ട് ഹെലനോസ് പാട്ടിനെ തെറി വിളിക്കുന്ന, അതായത് ധന്യേനെ തെറി വിളിക്കുന്ന ആളുകളേനെയാണ് അവർ തെറി വിളിക്കുന്നത്. പക്ഷേ ശരിയാണ്, അവർ ലൈവ് പോകുന്ന സമയത്ത് ഹെലനോസ് പാട്ട് തെറി വിളിക്കുന്നതാണ് ആളുകൾ കാണുന്നത്. പക്ഷെ അവരെ വിളിക്കുന്നവരെയാണ് തിരിച്ചു വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ റെഡിയാവില്ല. പക്ഷെ അതിന് പകരം ഹെലനോസ് പാട്ട് തെറി വിളിക്കുന്നു, അവർ തെറിയോളിയാണ്, ആ ഒരു മൂഡിൽ അങ്ങോട്ട് ഒരു ടൈം ഉണ്ടായിരുന്നു അവരെ അങ്ങനെയുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്നൊരു പരിപാടി.
ഇങ്ങോട്ട് കയറി വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കാതെ അവരെ മാത്രം സൈബർ അറ്റാക്ക് ചെയ്യുന്നൊരു സംഗതി. അപ്പോൾ എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല. ലൈക്ക് അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അവർ അത്യാവശ്യം കൂൾ മൂഡൊക്കെ ആയതുകൊണ്ട് അവർക്ക് അത്രയും സൈബർ അറ്റാക്കും പരിപാടിയൊന്നും ആ സമയത്ത് കിട്ടിയിട്ട് അവർക്ക് അങ്ങനെ അനങ്ങിയില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പലരും ഡൗണായി പോവും ഈ സൈബർ അറ്റാക്ക് കാരണം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് ഹൈ മാൻ. ഭയങ്കരമായിട്ട് ബാധിക്കും. അവനവൻ്റെ കോൺഫിഡൻസിനെ ബാധിച്ചാൽ തന്നെ ജീവിതം പോയില്ലേ. അങ്ങനെ എന്തോരം ആളുകളുണ്ട് സൈബർ അറ്റാക്ക് കാരണം മുഷിഞ്ഞു പോയത്. മാനസികമായിട്ട് കുറച്ച് കാലത്തേക്കെങ്കിലും ഡൗൺ ആയി പോകുന്ന അവസ്ഥകളൊക്കെ ആക്ച്വലി ഉണ്ട് ഈ സൈബർ അറ്റാക്ക് കാരണം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു ഇരിപ്പ് വശം. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആ ഒരു വിഷയത്തിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹണി റോസ് കേസൊക്കെ കൊടുത്തു. നിങ്ങൾ വാർത്തയിലൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, പുള്ളിനെ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അങ്ങനെ പുള്ളിക്കെതിരെ കേസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു എല്ലാ ആളുകളുടെയും അഭിപ്രായം. പക്ഷേ കേസ് കൊടുക്കും എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആവും, വാർത്തയാവും, പുള്ളിനെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകണ പരിപാടി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയണ്ടായിരുന്നില്ല. എനിവേസ് അത് കേസായി, വെരി ഗുഡ്. അവർക്ക് കേസ് കൊടുക്കാം. അവർ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമല്ലേ, ഉള്ള കാര്യമാണ്. അവർ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തു, കേസ് കൊടുത്തു. അത് ആ വഴിക്ക് പോട്ടെ, നന്നായി. കാരണം പുള്ളിയാണെങ്കിലും ആരാണെങ്കിലും ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പുള്ളി നല്ല ആ കാര്യമായിട്ട് കുത്തിയിരുന്നിട്ട് എന്താ പറയുക, ഡബിൾ മീനിങ്ങും പരിപാടികളൊക്കെ ഇരുന്ന് പറയും. എന്തൊരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് പുള്ളി ഈ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്. നല്ല ധൈര്യത്തിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളി അങ്ങനെയാണ് അറിഞ്ഞിട്ടും പുള്ളിയെ വെച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതാ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ ആങ്കർ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക, ഒന്നും അറിയില്ല. പക്ഷെ ഉള്ളിനുള്ള അറിയാം അയാള് ഡബിൾ മീനിങ് പറയും. അപ്പോൾ അത് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കുത്തി ഇങ്ങനെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് പുള്ളി ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല പ്രോത്സാഹനമാണ് പുള്ളിക്ക് ആക്ച്വലി കിട്ടുന്നത്. നല്ല ഗഡിലം പ്രോത്സാഹനമാണ് പുള്ളിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചാനൽസിന് റീച്ചും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, മര്യാദയ്ക്ക് പണിയെടുത്തിട്ടുണ്ടാക്കണം. അല്ലാതെ വിളിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഡബിൾ മീനിങ്ങും അതും ഇതുമൊക്കെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് റീച്ചും ഉണ്ടാക്കി വേറുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്ത് പുള്ളീനെ അതിനനുസരിച്ചിട്ട് എൻകറേജ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചാനൽസും ശ്രമിക്കണം. അത് ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ? എവിടെ അതൊക്കെ പറയാനുള്ളൂ. എന്തായാലും കേസിൻ്റെ വഴിക്കൊക്കെ പോട്ടെ. അതിപ്പോൾ വലിയ മാരകമായിട്ട് എന്താവും ഒന്നും എനിക്ക് അറിയുന്നത്, കേസിൻ്റെ പരിപാടികളൊന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും കേസ് കൊടുത്തു, കേസിൻ്റെ വഴിക്കൊക്കെ നടക്കട്ടെ. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആവാതിരിക്കട്ടെ, നടപടികളും പരിപാടികളൊക്കെ ഉണ്ടാവട്ടെ, അത്രയേ ഉള്ളൂ. എന്തായാലും ഹണി റോസ് ഈ ഒരു വിഷയത്തിൽ അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും വസ്ത്രം വെച്ചിട്ടല്ല ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? അവർ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ, സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വസ്ത്രം നോക്കിയിട്ടാണോ ജഡ്ജ് ചെയ്യേണ്ടത്? അവരിഷ്ടത്തിനനുസരിച്ചിട്ട് അവർ നടക്കട്ടെ, നോ ഇഷ്യൂസ്. നമുക്ക് ക്വാളിറ്റി ഉണ്ടാവണം. നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ വേണ്ടത്തരം നമ്മൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൈബർ അറ്റാക്ക് നടത്തി അവരേനെ ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും അതേ മോശമായിട്ടുള്ള രീതിയിൽ സൈബറിൽ അറ്റാക്ക് ചെയ്യുന്ന ആളുകളോട് പുച്ഛം മാത്രം. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവാം മനുഷ്യന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ. വസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ എന്തും ആളുകൾക്ക് പറയാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതെന്താ സത്രം എന്നൊക്കെ പറയണ പോലെ അങ്ങനെയുള്ളൊരു അല്ല, മനുഷ്യനാണ്. ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഹെലൻ്റെ പുതിയൊരു എന്താ സംഭവം എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എൽനോസ് പാട്ടയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എൽനോസ് പാട്ടയുടെ വീഡിയോയും കണ്ടു, സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയും കണ്ടു. എന്തോ ബോബി ചെമ്മണ്ണൂരിൻ്റെ PA എന്തോ ഹെലൻ്റെ അടുത്ത് എന്തോ വിഷയം ഉണ്ടാക്കി, സീക്രട്ട് ഏജൻ്റായിട്ട് വിഷയം ഉണ്ടാക്കി എന്നുള്ളൊരു സംഭവം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല.
അപ്പോൾ അവർക്കുണ്ടായ എന്തോ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വല്ല ഡീറ്റെയിൽസോ കൂടുതൽ വല്ല വിവരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുക. ഇതുവരെ അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിൽ വന്നിട്ട് പറയട്ടെ. ആളുകൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മുമ്പിലോട്ട് വന്നിട്ട് പറയട്ടെ, ധൈര്യം കാണിക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആവാതിരിക്കട്ടെ. നിയമപരമായിട്ട് ഹെൽപ്പ് കിട്ടട്ടെ, നിയമപരമായിട്ട് നടപടികൾ ഉണ്ടാവട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ. അത്രേ പറയുന്നുള്ളൂ. ഹണി റോസിൻ്റെ കേസിൽ അവർ ഡയറക്റ്റ്ലി ഇങ്ങനെ വന്നു, പോസ്റ്റ് പരിപാടി അത് ഇട്ട് നമുക്ക് ഇനി ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഇനിയും വരട്ടെ. അത്രേ പറയാനുള്ളൂ. വരണം. ദാറ്റ്സ് ഇറ്റ്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് മാത്രമൊന്നും അല്ല പറയുന്നത്. ആരാണെങ്കിലും ഈ മോശമായിട്ടുള്ള ഡബിൾ മീനിങ് ആണെങ്കിലും എന്ത് തേങ്ങാക്കൊലയാണെന്നുണ്ടെങ്കിലും അവനവന് അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള മോശമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേസാവണം. പബ്ലിക്കിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിച്ച് മുമ്പോട്ട് വരണം. ചർച്ചയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓൾറെഡി ദീർഘിപ്പിച്ചു. അപ്പോൾ ശരി, ബൈ ബൈ. അപ്പോൾ ഈ സൈബർ അറ്റാക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സംസാരിച്ചു എന്ന് മാത്രം അതിനെക്കുറിച്ചിട്ട്. സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ പോസ്റ്റിൻ്റെ താഴെ പോയി തെറി വിളിച്ചു എന്നുണ്ടെങ്കിൽ, ഒരാളുടെ ഇൻബോക്സിൽ പോയി തെറി വിളിച്ചു എന്നുണ്ടെങ്കിൽ, ഞാൻ തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ വൾഗറായിട്ടുള്ള പരിപാടി ഞാൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ പാടും നോക്കിയിട്ട് ഞാൻ പോവുകയായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ എന്നെ പോലെ 100 ആൾക്കാർ ആ പണി ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കുന്നത്? അത് മനുഷ്യപ്പറ്റോട് കൂടിയിട്ട് ചിന്തിച്ചിട്ട് ആളുകൾ, ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ അതിൽ നിന്നൊന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാനത് പൊതുവേ സംസാരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇതിന് മുമ്പും സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തുണ്ടാ കാമവെറിയന്മാര് ഓരോ പേജുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണണം. സീരിയസ്ലി മാൻ, എന്തോരം വൃത്തികെട്ട പേജുകളാ. ഓരോ നടിമാരുടെ ഫോട്ടോസും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ള കുറേ പേജുകളും പരിപാടികളൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മുമ്പ് ഞാൻ അതിനെക്കുറിച്ചൊരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അത്യാവശ്യം റീച്ചിൽ നിൽക്കുന്ന സമയത്ത് ആളുകൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് 1-2 പേജുകളുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അതെടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം തറകളുണ്ട് അതിൻ്റെ അകത്ത്. ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. പലതരത്തിലുള്ള വൈകൃതങ്ങളുള്ള തെണ്ടികൾ അതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഉണ്ട്, FBയിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഉണ്ട്. അതിൻ്റെ അകത്ത് വൃത്തികെട്ട പേജുകളുണ്ട്. പല തരത്തിലുള്ള വൾഗറായിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്തിനു പറയണു? ഉപ്പുമുളക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഉള്ള അതിലൊരു ഏറ്റവും ചെറിയ കുട്ടിയല്ല ഞാൻ പറയുന്നത്, അതിലൊരു അവരെ പോലും വെറുതെ വിട്ടിട്ടില്ലെന്നേ. അവരുടെ വരെ സ്ക്രീൻഷോട്ടും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ള പേജുകൾ ആ ടൈമിൽ ഉണ്ടായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ക്രിമിനൽ മെന്റാലിറ്റി ആണെന്നുള്ളത്. എന്തൊരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവരുടെയൊക്കെ വീട്ടുകാർ സേഫാണ്, അവരുടെ തന്തയും തള്ളയും വീട്ടിൽ സേഫാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളുടെ സ്വന്തം മുഖമില്ല, ഐഡന്റിറ്റി, എൻ്റെ പേര് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്താണ് പല നായിൻ്റെ മക്കളും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പേജുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഫോളോ ചെയ്യാനും കുറേ ആളുകൾ ആക്ച്വലി ഉണ്ട്. ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പേജുകൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവട്ടെ. എൻ്റെ അമ്മോ, ഇപ്പം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ മോനെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നീണ്ടുപോകും വീഡിയോ. അപ്പോൾ അതിലേക്ക് നിൽക്കുന്നില്ല. അപ്പം ശരി.